സംസ്ഥാനത്ത് വൻകിട വ്യവസായശാലകൾ പ്രവർത്തിക്കാൻ ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ട. വിദഗ്ധ കമ്മിറ്റി നിർദ്ദേശിച്ച ശുപാർശകൾ സർക്കാർ സാങ്കേതികമായി അംഗീകരിച്ചു. ഉത്തരവ് ഉടൻ വരുന്നതോടെ എലപ്പുള്ളി മദ്യനിർമ്മാണശാല ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതിയെന്ന് മന്ത്രി MP രാജേഷ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഇപ്പോൾ എലപ്പുള്ളിക്ക് വേണ്ടി, ബ്രൂവറിക്ക് വേണ്ടി, മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടി മാത്രം ചെയ്തു തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഇത് വ്യക്തമായിട്ടുള്ള അജണ്ടയാണ്. 2016 രജിസ്ട്രേഷൻ നിയമങ്ങളും 2017 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ടൊരു വിദഗ്ധ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത ശുപാർശകൾ സർക്കാർ സാങ്കേതികമായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇനി മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മാത്രം മതിയാകും. അതായത് ഈ സ്ഥാപനം വൻകിട സ്ഥാപനങ്ങളാണെങ്കിൽ ഈ സ്ഥാപനം അവിടെ നിലകൊള്ളുന്നു, പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്ന രജിസ്ട്രേഷൻ മാത്രം മതിയാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രൂവറി വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ ബ്രൂവറി സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട എതിർപ്പ് വിഷയം എന്ന് പറയുന്നത് ഈ ബ്രൂവറിക്ക് സാങ്കേതികമായിട്ട് ഇതുവരെ ലൈസൻസ് നൽകിയിട്ടില്ല. ലൈസൻസ് നൽകാത്ത സ്ഥാപനത്തിന് എങ്ങനെ ഇത്തരത്തിലൊരു പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നത്തെ വളരെ വിദഗ്ധമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സർക്കാരും മറികടന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇനി മുതൽ ഇത്തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ആ സംരംഭങ്ങൾക്ക് ലൈസൻസ് നിർബന്ധമാക്കേണ്ട, ആ സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം കാണിച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിൽ ഈ രജിസ്ട്രേഷന്റെ പുറത്ത് എന്തെങ്കിലും നിയമവ്യവസ്ഥകൾ ഉണ്ടോ എന്നാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോൾ പറയുന്നത് രജിസ്ട്രേഷൻ നൽകും, വ്യക്തമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ആയിരിക്കും നൽകുന്നത്. മുൻകാലങ്ങളിൽ വെച്ച്, അതായത് 2016 തൊട്ട് നമ്മൾ 2024 വരെയുള്ള ഒരു കാലയളവ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ലൈസൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത്തെ, അതായത് 2025 ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത സമയത്ത് അവിടെ റിജക്ഷൻ എന്നൊരു ഓപ്ഷൻ വരുന്നില്ല. അവിടെ ഒരു കാരണവശാലും പഞ്ചായത്ത് അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പഞ്ചായത്ത് അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. അത് രജിസ്ട്രേഷൻ വഴി അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. രജിസ്ട്രേഷനിൽ വ്യക്തമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം തർക്കങ്ങളൊക്കെ നിർത്തുമ്പോൾ കാറ്റഗറി 1 വരുന്ന വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് സുഖമായിട്ട് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുടെയൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും സുഗമമായിട്ട് ആ ഒരു വ്യവസായം സംസ്ഥാനത്ത് നടത്താൻ സാധിക്കും. ഇനി അത് ഒരുപക്ഷെ എന്ത് ഉപയോഗപ്രദമായിട്ടുള്ള വ്യവസായമാണെങ്കിൽ പോലും അത് പ്രകൃതിയെയോ അല്ലെങ്കിൽ മനുഷ്യരാശിയോ ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും അവിടെ അതൊരു പഞ്ചായത്തിന് ഇടപെട്ടുകൊണ്ട് അവിടെ ആ പദ്ധതി നിർത്തലാക്കാൻ പറ്റില്ല. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ബ്രൂവറി നിർമ്മാണത്തിൽ അല്ലെങ്കിൽ മദ്യനിർമ്മാണ പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദ്യനിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വിഷയം എടുക്കുകയാണെങ്കിൽ എലപ്പുള്ളിയിൽ സംസ്ഥാന സർക്കാരിന് ഈ എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ഏത് പഞ്ചായത്തിന്റെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ എതിർപ്പ് വന്നാലും അവർക്കത് പ്രശ്നമല്ല. കാരണം ഭേദഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് 5 അംഗ കമ്മിറ്റി നൽകിയ ശുപാർശ സാങ്കേതികമായിട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ശുപാർശ ഇനി ഒരു നിയമമായിട്ട് വരും. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുന്നതോടെ ഈ ലൈസൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം മറികടന്നുകൊണ്ട് സർക്കാരിന് ഈ വൻകിട വ്യവസായ വ്യവസായശാലകൾ പ്രവർത്തിക്കാൻ ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഒന്നും വേണ്ട. ഏതായാലും എലപ്പുള്ളിക്ക് കൂടുതൽ സൗകര്യമുണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് വ്യക്തവുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.